10:45 കഴിഞ്ഞു. കടയുടെ പേരെന്നായിരുന്നോ? ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാല് എന്റെ കുടുംബത്തിലെ ഏറ്റവും സുഖമാനായിട്ടുള്ള ഒരു ആള് അപ്പാച്ചു. ആ വീട്ടിൽ ഉണ്ടെങ്കിൽ അവന്റെ വീഡിയോസ് കാണിച്ചു തരാം. അവൻ എത്ര മണിക്ക് എണ്ണീക്കുന്നു. ഇപ്പൊ നേരത്തെ എണ്ണീറ്റാണ്, കാരണം അവൻ കോളേജിൽ പോകുന്നോണ്ടേ ചിലപ്പോ നേരത്തെ എണ്ണീറ്റിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പോയി നോക്കാം എത്ര മണിക്കാണ് എണ്ണീക്കുന്നത്. നമുക്ക് നോക്കിയിട്ട് വരാം. അതിന്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളുടെ അപ്പാച്ചിന്റെ വീട്ടില് എത്തി. പച്ചു ഇതുവരെ എണ്ണീറ്റിട്ടില്ല. നോക്കിട്ട് വരാം. ഇതുവരെ എണ്ണീറ്റിട്ടില്ല. ഇവന്റെ ലൈഫാണ് ലൈഫ്. എന്റെ മോനെ എത്ര മണിയാടാ? തെറ്റൊന്നുമല്ല ഇത്. എങ്ങനെ ഇരിക്കണം സമയം ഞാനിപ്പോ കറക്റ്റ് പറയാം എത്ര മണിയായെന്നുള്ള. എത്ര മണിയായിട്ടാ? അപ്പൊ 10:45. ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ നീ എത്ര മണി വരെ കിടന്നുറങ്ങിയാനെ? എനിക്ക് കണ്ടിട്ട് വേണോന്നേ. നീ എണ്ണീറ്റിട്ട് വേണം എനിക്ക് നിന്റെ ഇന്റർവ്യൂ എടുക്കാൻ. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും സുഖമാനായിട്ടുള്ള ആള് ഞാൻ പറഞ്ഞില്ലേ. കണ്ടോ സമയം ഇപ്പൊ എത്രയായി? സമയം കറക്റ്റ് പറഞ്ഞേ. അപ്പൊ അത് 10:45 കഴിഞ്ഞു. നിന്റെ ലൈഫാ മോനെ ലൈഫ്. നിന്റെ ഈ വര 10:45 അപ്പാച്ചൻ്റെ വീട്ടിൽ പോയതാ. കുറേ നേരം പത്രം വായിച്ചൊക്കെ ഇരുന്നു. ഇത്രയും നേരം അവനെ നോക്കി നിൽക്കുമായിരുന്നു. ഇതുവരെയായിട്ടും അവൻ എണ്ണീറ്റിട്ടില്ല. കൂട്ടുകാരിപ്പോൾ വിളിച്ചു ഫോട്ടോസ് കുറച്ചെടുക്കാനായിട്ട്. അപ്പൊ അവനെ അങ്ങോട്ടേക്ക് പോവാം. കിച്ചുന്റെ വീട്ടിലെത്തി. കിച്ചു കിച്ചു ഫോട്ടോ എടുക്കാം. അപ്പാച്ചി കാണുന്നുണ്ട്. ധാരാളം ഈ പാട്ടൊക്കെ ഉണ്ടാക്കിയത് ചോദിച്ചു. ലവർ സച്ചാപ്പി എന്തി? എടാ എന്റെ പ്രേക്ഷകരെല്ലാം മലയാളികളാണ്. നീ ഒന്ന് മലയാളത്തിലും കൂടെ ഇത് പറയുകയാണെങ്കിൽ. എങ്ങനെയല്ലോ ആട്ടെ. പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാം. നമ്മള് കിച്ചുവിന്റെ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടി പോകുന്നതാണ്. പെട്രോൾ തീരാറായി. ഇഷ്ടംപോലെ പമ്പി. തീരണ കവിഞ്ഞൊഴുവാ. പെട്രോൾ തീരണേ. ഒരു തള്ളി തള്ളി ഇവിടം വരെ എത്തിച്ചു. തള്ളുന്ന വീഡിയോ എടുക്കലെന്ന് പറഞ്ഞോണ്ടാണ് വീഡിയോ എടുക്കാന്. പിന്നെ 100 രൂപയ്ക്ക് കിച്ച് ഫുൾ ടാങ്ക്. ചേട്ടാ ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി. അവനെ പലയിടത്തും ഇങ്ങനെ മധുവിനെ തേടുന്നു. ബേബിയോട് പറഞ്ഞിട്ട് ഞാൻ പത്രം വായിച്ചപ്പോളേ 25 വയസ്സ്. എനിക്ക് സുന്ദരിയായിരിക്കണം, വെളുത്തിരിക്കണം. പിന്നെ ബുക്കും കൂടുതൽ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്യും. ഈ വധുവിന് ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുകയല്ലേ? നിന്റെ സങ്കല്പങ്ങൾ പറ. മലയാളിയാ കടയുടെ. കഴിഞ്ഞ ദിവസം പോയക്കൂട്ട് നീ എന്നെ കണ്ടിട്ട് കാണിച്ചില്ലേ? കിച്ചുവിന് ഫോട്ടോ എടുത്ത് കൊടുത്ത എന്റെ പ്രതിപകരമായിട്ട് കിച്ചു ഷേക്ക് മേടിച്ചു തരുന്നു. അത് മേടിച്ചാടെ കിച്ചു. നല്ല ഷോപ്പാണ് വരുന്നവരൊക്കെ ഇവിടെ സജസ്റ്റ് ചെയ്യുക. ഇവിടെ വന്ന് ഫുഡ് കഴിക്കേണ്ടതാണ്. കടയുടെ പേരെന്നായിരുന്നോ? ഫുഡ് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഇല്ല അത് പറയുന്നില്ല. അതും ചെയ്യണേ പൈസ അറിയായിരിക്കും. കവറുകളുണ്ട്. അതായത് നമ്മള് 350 രൂപയ്ക്ക് കവർ നിറച്ചു കൊടുക്കും. 2 കവർ നിറച്ച് സാധനങ്ങൾ കൊടുത്തു കൊടുക്കും. പ്ലാൻ അതാന്ന് പറഞ്ഞേ.
എന്നാണ് തണ്ണോത്തങ്ങയൊക്കെ പോയി ഓമയ്ക്കാൻ പോയി തന്നു വിടും. ഇല്ല ഇത് ഇല്ല ഇതിലുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകം പൈസ വേണം. അല്ലേലും നിനക്ക് നല്ല ആളുകളാണ്. കാണും ദേ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. അത് നമ്മൾ മറക്കല്ലേ, നമുക്ക് 3 ഇനോവ കിടപ്പുണ്ട്. അത് കൊടുക്കാറുണ്ട്. 2013, 14, 15 ഒന്ന് റീവണ്ടിയാണ്. പിന്നെ കിടക്കുന്ന ഒരു ക്രിസ്റ്റ കിടപ്പുണ്ട്, അതും റീവണ്ടിയാണ്. പിന്നെ ഒരു ഇയോൺ ഉണ്ട്, പിന്നെ ഒരു സ്വിഫ്റ്റ് ഉണ്ട്, അതേ ഉള്ളൂ. പിന്നെ ഏജ് ഓൾഡീസിന് ട്രാവലർ 70 സീറ്റ് AC വണ്ടി 2 കിടപ്പുണ്ട്. നമുക്ക് യാത്രയ്ക്ക് വേണമെങ്കിലും പോകാം. ഇതൊരു പരസ്യമല്ല, ഇതൊരു അപേക്ഷയാണ്. എന്തായിരുന്നു ആരാ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. നീ എന്താവുന്നു? കോൺഷ്യൻസ്. നിങ്ങൾ പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? നീ പറ കോൺഷ്യൻസ് ആവും. എന്താ ശരിയല്ലേ? മതിയില്ലേ? എല്ലാം ഇടും. സോ ഗൈസ് പോകട്ടെ. സമയം 1 മണിയായി. 1 മണിയായി. പറഞ്ഞു വിടുക ഗൈസ്. എന്റെ അമ്മ നിർബന്ധിച്ചു, ഒരുപാട് നിർബന്ധിച്ചു ചോറിനാനായിട്ട്. പക്ഷെ അമ്മ കഴിച്ചു അമ്മ എന്നെ വിളിക്കുറയും, എന്തിനാണ് ഇവനെയൊക്കെ ചോറിന സമയത്ത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. സോ നമ്മൾ എവിടെ വെച്ച് അവസാനിപ്പിച്ച് ഇവനെ ഇവിടെ ഒഴിവാക്കി വിടുക. അപ്പോ അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, വീണ്ടും വരും. നിങ്ങൾ അനുഭവിക്കണം. ഓക്കെ, ബൈ. നീ കൈ കഴിക്കും.